ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ജനുവരി 30 രക്തസാക്ഷി ദിനവുമായി ബന്ധപ്പെട്ട കൊച്ചു കൂട്ടുകാർക്ക് വളരെ എളുപ്പത്തിൽ വരച്ചെടുക്കാൻ പറ്റുന്നൊരു പോസ്റ്ററുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എല്ലാ കൂട്ടുകാരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ആദ്യമായിട്ടാണ് ആരെങ്കിലും ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ ഒരു ഇന്ത്യയുടെ ഭൂപടമാണ് വരച്ചു കൊടുക്കുന്നത്. വരയ്ക്കാൻ അറിയാത്ത കൂട്ടുകാരാണെങ്കിൽ ഏതെങ്കിലും ഒരു ചിത്രത്തിൽ നിന്നിട്ട് സ്കെച്ച് ചെയ്തെടുത്താലും മതി. നമുക്ക് ഇതുപോലൊരു പിക്ചർ വരച്ചെടുക്കാം. എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഇന്ത്യയുടെ മാപ്പില്ലെന്ന് കരുതിയിട്ട് ആരും ഈ പോസ്റ്റർ വരച്ചെടുക്കാതിരിക്കരുത്. ഗൂഗിളിൽ നമ്മൾ ഇന്ത്യൻ മാപ്പെന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഒരുപാട് ഇന്ത്യൻ്റെ ഭൂപടത്തിൻ്റെ പിക്ചറുകൾ കാണാൻ പറ്റും. അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത ശേഷം മൊബൈലിൽ നിന്നിട്ട് നമുക്ക് സ്കെച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ചെയ്ത് കൊടുത്താലും മതി. മൊബൈലിൻ്റെ വെട്ടം കൂട്ടിയിട്ടതിന് ശേഷം നമുക്കൊരു പേപ്പർ വെച്ചിട്ട് അതിന് പുറത്തൂടി ഇതുപോലെ സ്കെച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ചെയ്തെടുത്താലും മതി. കൊച്ചുകുട്ടികൾക്ക് പറ്റില്ലെങ്കിൽ അമ്മമാരോട് പറഞ്ഞ് ഇതുപോലെ സ്കെച്ച് ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ ഇന്ത്യയുടെ ഭൂപടം വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ഗാന്ധിജി അപ്പൂപ്പൻ്റെ ഫോട്ടോ കൂടി ഒന്ന് വരച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഇതുപോലെയാണ് ഞാൻ ഗാന്ധിജി അപ്പൂപ്പൻ്റെ പിക്ചർ വരച്ചു കൊടുക്കുന്നത്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിലും നന്നായിട്ട് വരയ്ക്കാൻ കഴിവുള്ളവരാണെങ്കിൽ അതുപോലെ വരച്ചു കൊടുക്കുക. ഞാനിപ്പോൾ കൊച്ചു കുട്ടികൾക്ക് വരെ വളരെ സിമ്പിളായിട്ട് വരച്ചെടുക്കുന്ന രീതിയിലാണ് ഇതുപോലെ വരച്ചു കൊടുക്കുന്നത്. അങ്ങനെ എൻ്റെ ഗാന്ധി അപ്പൂപ്പൻ റെഡി ആയിട്ടുണ്ട്. എല്ലാ കൂട്ടുകാർക്കും ഈ ഫോട്ടോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഇനി അടുത്തതായിട്ട് ഇതുപോലെ ഞാൻ കണ്ണുനീർത്തുള്ളി രണ്ട് സൈഡിലായിട്ടും ഇതുപോലെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഫോട്ടോയ്ക്ക് നമുക്കൊന്ന് കളർ കൂടി ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ വാട്ടർ കളറല്ല യൂസ് ചെയ്യുന്നത്, സ്കെച്ച് പെന്നാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വാട്ടർ കളറോ ക്രയോണോ എന്തുണ്ടെങ്കിലും അതുകൊണ്ട് കളർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ മാർക്കർ വെച്ചിട്ടാണ് കളർ ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ സൈഡിൽ നിന്ന് പുറത്ത് പോകാത്ത രീതിയിൽ വേണം നമ്മൾ കളർ ചെയ്തെടുക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് ഒരു സ്കെച്ച് പെൻ ഉപയോഗിച്ച് അതിൻ്റെ സൈഡുകളൊന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് മാർക്കർ ഉപയോഗിച്ച് കളർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇന്ത്യൻ ഭൂപടത്തിന് മുഴുവനായിട്ട് റെഡാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഗാന്ധിജിയുടെ പുറത്തായിട്ട് ഞാൻ റെഡ് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല. അത് വൈറ്റ് കളറിൽ തന്നെ ഇട്ടേക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഗാന്ധിജിയുടെ പുറത്ത് എന്തെങ്കിലും കളർ അപ്ലൈ ചെയ്യണമെന്ന് തോന്നുന്നെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒന്നും ചെയ്ത് കൊടുക്കുന്നില്ല. ഇനി കണ്ണുനീർത്തുള്ളിക്കും റെഡ് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. രണ്ട് സൈഡിലായിട്ടും ഇതുപോലെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജനുവരി 30 രക്തസാക്ഷി ദിനമെന്ന് കൂടി എഴുതി കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടി വേറെ എന്തെങ്കിലും കോട്ട്സ് കൂടി നിങ്ങൾക്ക് ഉൾപ്പെടുത്തണമെന്ന് തോന്നുന്നെങ്കിൽ അതുകൂടി എഴുതി ചേർക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയുമായി വരാം. ബൈ.